ഹോം തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 200 ഇഞ്ച് സൈസുള്ള നമ്മുടെ സ്ക്രീനാണ് നമുക്ക് അവിടെ വരുന്നത്. 7 ആൾക്കാർക്ക് അല്ലെങ്കിൽ 8 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം വന്നിട്ടുള്ളത്. തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിനെക്കാട്ടിലും നല്ലൊരു ഇമ്മേഴ്സീവ് ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഒട്ടും അത്യാവശ്യമല്ലാത്ത എന്നാൽ ഇതിനെക്കുറിച്ച് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഹോം തിയേറ്റർ. ഞാനിത് ചെയ്യാനുള്ള കാരണം ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ഒത്തിരി നമ്മുടെ പ്രോജക്റ്റിൽ ഹോം തിയേറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ടേം കിട്ടുന്നത്. ഇത്രയും ഈ ടെക്നോളജിയിലും സൗണ്ടിലൊക്കെ ഭ്രാന്തുണ്ടായിട്ടും എന്തുകൊണ്ടോ ഞാൻ നമ്മുടെ ഒരു പ്രാക്ടീസിൻ്റെ തിരക്കിലുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഓറ 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മുടെ ഹോം തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റ്മോസ്, നമ്മൾ DTS എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടെക്നോളജിയാണ് ഓറ 3D എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ്, ഒരു റീസെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഷിനു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഓറ 3D ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിച്ച് ഞാൻ കോട്ടയത്ത് ഏറ്റുമാനൂർ നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിൽ അവർ ചെയ്തിട്ടുള്ള ഒരു ഹോം തിയേറ്റർ അതൊന്ന് കാണാം, അവരത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഹോം തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഷിനു, ആർട്ടിക്കൽ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ തൊട്ട് നമ്മുടെ തിയേറ്ററിൻ്റെ ഭാഗമാണ്. ഇവിടെ എത്തുമ്പോഴേക്ക് രസമാണ്. നമ്മൾ പണ്ട് തിയേറ്ററിനകത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന പോലത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, പേര് മാറ്റാൻ പറ്റുന്ന പോലെ നമ്മൾ തിയേറ്ററിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ നടക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന മൂവിയുടെ പേര് ചേഞ്ച് ചെയ്യുന്ന പാർട്ടിലൊരു സെറ്റപ്പ് ഒക്കെ രസമായിട്ട് ചെയ്ത് ഒരു തിയേറ്റർ ഫീൽ, ഒരു ആംബിയൻസിന് വേണ്ടി പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ തിയേറ്റർ ഇവിടത്തേക്കാണ് വരുന്നത്. ഈ ഒരു ഫോമാറ്റിലാണ് നമ്മുടെ 200 ഇഞ്ച് സൈസുള്ള നമ്മുടെ സ്ക്രീനാണ് നമുക്കവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വന്നിരിക്കുക തന്നെ വേണം. ഇവിടുത്തെ ഒരു സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ഏകദേശം ഒരു 7 ആൾക്കാർക്ക് അല്ലെങ്കിൽ 8 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം വന്നിട്ടുള്ളത്. ഈ തിയേറ്ററിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു സെൻറ്റർ പോർഷനാണ്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്നെ ഫേസ് ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് സ്പീക്കേഴ്സ് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ റിയറിലും കുറച്ച് സ്പീക്കേഴ്സ് ഇരിക്കുന്നുണ്ട്. അതേപോലെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു സ്പീക്കർ അവിടെ. അതുപോലെ തന്നെ ഒന്ന് ക്യാമറ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു സ്പീക്കർ എന്നെ ഫേസ് ചെയ്ത്, അതായത് മൊത്തത്തിൽ ഇതിന് സിമെട്രിക്കായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്താണ് എല്ലാ സ്പീക്കേഴ്സും ഇരിക്കുന്നത്. അതുപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആ ഒരു ഗാലക്സി ലൈറ്റിംഗ്, കുറേ സ്റ്റാർ ലൈറ്റിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഇഞ്ച് സ്ക്രീന്, അതുപോലെ അതിനൊരു പ്ലാറ്റ്ഫോം, ഒരു തിയേറ്റർ ഫീൽ വരും. നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടല്ലോ, ഒരു തിയേറ്റർ എന്നുള്ള ഫീൽ വരാൻ വേണ്ടിയിട്ടുള്ള കുറേ എസ്തറ്റിക്കൽ പണികളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു തിയേറ്ററിനെ പറ്റിയും അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ തിയേറ്റർ ചെയ്യാം, തിയേറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനൊരു കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വരും, തിയേറ്റർ ചെയ്യാൻ അത്ര ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് ഏറ്റുമാനൂരാണ്. ഓറ 3D എന്ന് പറയുന്ന ഒരു, ഞാൻ വീഡിയോന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് കേൾക്കുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് കണ്ടുപിടിച്ച ആളെടുത്താണ്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളെടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ എത്തിയുള്ള ഒരു കോൺവെർസേഷനിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രീഫ്, കാരണം കാണുന്ന ആളുകൾക്കും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ എക്സ്പെർട്ടൈസ് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ളത് മനസ്സിലാവും. അതിന് വേണ്ടി എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2008 സ്റ്റാർട്ട് ചെയ്ത, അന്ന് കേരളത്തിൽ ഹോം തിയേറ്റേഴ്സ് ചെയ്യുന്ന 1-2 കമ്പനികൾ എറണാകുളത്തുണ്ട്. ട്രിവാൻഡ്രം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഞാൻ 2008 ആ സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര സിനിമാ ഭ്രാന്തായിരുന്നു. അപ്പോൾ എല്ലാ സിനിമയും പോയി കാണും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു തിയേറ്റർ കോട്ടയത്തുണ്ട്, ധന്യാരമ്യ. അതിനകത്ത് ഈ ഓറോ 3D എന്ന് പറഞ്ഞ സൗണ്ട് അയച്ചത്. അപ്പം ഞാനതിങ്ങനെ പോയി കേട്ടപ്പോൾ അതുവരെ കേട്ടതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങി വെളിയിൽ നോക്കിയപ്പോഴത്തേനും അവിടെ ഓറോ 3D 11.1 എന്ന് എഴുതിയിട്ടുണ്ട്, 11.1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ പുറകെയായി, പിന്നെ അതെങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാമെന്നുള്ള ചിന്തയായി.
അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ തുടക്കം അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ പുറകെയുള്ള പഠിത്തവും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യാം, അത് ചെന്ന് നിന്നത് ഈ കൊറോണയുടെ തൊട്ട് മുമ്പാണ്. അതിനൊരു 2 വർഷം മുമ്പാണ് എറണാകുളത്തൊരു ക്ലയൻറ്റ് വന്നായിരുന്നു. ഞാനിങ്ങനെ സാറേ നമുക്ക് ഓറോ 3D ചെയ്യും, ഇവരാരും ചെയ്തിട്ട്. ശരി എന്നാൽ ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് ഒരു പ്രിസ്ലി എന്ന് പറഞ്ഞത് സാർ, കൊച്ചിക്കാരനാണ്. അങ്ങനെ ഓറോ 3D ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ തോന്നി ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഏകദേശം 200ഓളം തിയേറ്റർ കംപ്ലീറ്റ് ചെയ്തു ഓറോ 3D മാത്രം. അറ്റ്മോസ് വേറെ ഒരുപാട് കിടക്കുന്നു, പക്ഷെ ഞാൻ എന്നാലും ഫോക്കസ് ചെയ്യുന്ന ഓറോ 3D. എനിക്ക് അതിൻ്റെ ആ സൗണ്ടും അതിൻ്റെ ആ ഒരു ഇമേഴ്സീവ് ഫീലും ഒരു വേറൊരു തലത്തിലാണ്. കണ്ടന്റ് ഇല്ല, ഒരു യൂറോപ്യൻ സാധനമാണ്, കണ്ടന്റ് വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ അറ്റ്മോസാണ് കൂടുതലും. ഇപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എല്ലാവരും ഹോം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ചോദിക്കുക അത് എത്ര സ്പീക്കേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചോദിക്കണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറയാം, എന്താണ് ഈ 2.1, എന്താണ് 4.1, അല്ലെങ്കിൽ ഇപ്പോൾ 9.2 എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 7.2 എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു. അത് ബ്രീഫായിട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യം സൗണ്ട് കണ്ടുപിടിച്ചത് മോണോ സൗണ്ട് ആയിരുന്നു, ഒറ്റ സ്പീക്കറിനകത്തുനിന്ന്. പണ്ടത്തെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ പുറകിൽ ഒരു ഒറ്റ സ്പീക്കർ കാണുന്നത്. ചിലപ്പോൾ അത് കോളാമ്പി ആയിരിക്കും ഇത്ര ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ടുള്ള, അതെന്താണെന്നോ എനിക്കറിയില്ല. മോണോയാണ് സൗണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ സ്റ്റീരിയോ വന്നത്, 2 സ്പീക്കർ വന്നു. അത് കഴിഞ്ഞ് ബാക്കിൽ 2 സ്പീക്കർ വന്നു. ഒരു അക്കായുടെ ഒക്കെ ഒരു ഹോം തിയേറ്റർ ഒക്കെ ഇറങ്ങിയ ഒരു കാലം ഓർക്കുന്നുണ്ടോ? ഉള്ള ഒരു സാധനം. അത് ഇങ്ങനെ 4 ചാനലായിരുന്നു. അതിനുശേഷം 5.1 ആയി. ഒരു DVD ഒക്കെ ഒരു യുഗം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതൊക്കെ അല്ലാതെ പിന്നെ DVD പ്ലെയർ, അത് ഇപ്പൊ 5 ചാനലായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ DVD ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മൾട്ടി ചാനൽ ഓഡിയോ വന്നത്. മൾട്ടി ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 7.1, 9.1, 11.13 അങ്ങനെ ഈ മൾട്ടി ചാനലെല്ലാം വന്നത്. ആ നമ്പർ ഓഫ് ട്രാക്കിനെയാണ് നമ്മൾ ഈ ചാനലായിട്ട് അതിൽ കുറച്ച് നമ്പറിൽ വരുന്നത്. അതിപ്പോ ഞാനിപ്പോ ഇവിടെ ചെയ്തേക്കുന്നത് 13.4 ആണ്. നമ്മുടെ ഈ 13 സറൗണ്ട് സ്പീക്കർ, ഈ 4 ഉദ്ദേശിക്കുന്ന 4 സബ്. അങ്ങനെയാണ് അത് പോകുന്നത്. ഇപ്പം കുറെ രീതികളിൽ പറയാം. 5.1.2 അതിനകത്ത് 1 സബായിരിക്കും, 5.2.2.4 അങ്ങനെയൊക്കെ പറയാം. ശരി. അപ്പൊ എന്റെ അടുത്തൊരു മെയിൻ ചോദ്യമാണ്, അതായത് ഞാൻ പാലക്കാട് ചെയ്തിട്ടുള്ള ഒരു 3 സെന്റിൽ ചെയ്തൊരു വീടുണ്ട്. ഓക്കെ, ആ വീട്ടിനകത്ത് ഞങ്ങളൊരു ഹോം തിയേറ്റർ ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും. പുള്ളിക്ക് ആ സ്പേസ് എത്രത്തോളം പാഷൻ ഉണ്ടാവും എന്നുള്ള ആലോചിക്കണം. അന്ന് ഞങ്ങള് ഇതൊന്നും ചെയ്തില്ല, സ്പേസ് മാത്രമേ ഇടയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ബഡ്ജറ്റ് വരും? ഈ പറയുന്ന ഏത് രീതിയിലുള്ള 0.1 അല്ലെങ്കിൽ സ്പീക്കേഴ്സോ ഇത് മിനിമം എത്ര വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, അത് പിന്നെ ബഡ്ജറ്റ് ലെവലിൽ നമുക്കിത് ചിന്തിക്കാം. പക്ഷേ ഈ ബഡ്ജറ്റ് ലെവലെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഇമേഴ്സീവ് ഫീൽ കിട്ടണമെന്നില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, മറ്റൊരാളുടെ കാര്യം മറ്റൊരാൾ പല രീതിയിൽ പറയാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ പാലക്കാട് അയാൾ ആ ചെറിയ വീടാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചെറിയ വീടാണെന്ന് പറഞ്ഞാലും അതിനകത്തൊരു സ്പേസ് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അയാൾ അതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ബെഡ് ലെയറും 4 ഹൈറ്റ് സ്പീക്കറും വേണം. അയാൾക്ക് അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ 7 ബെഡ് ലെയർ നമ്മുടെ ഇയർ ലെവലിലുള്ള 7 സ്പീക്കേഴ്സ് വേണം. അതുപോലെ ഹൈറ്റിൽ 4 എണ്ണം. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ കറക്റ്റായിട്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. മറ്റത് അല്ലാതെ തന്നെ 5.1.2 അതായത് 5 സറൗണ്ട് സ്പീക്കർ, 2 ഹൈറ്റ് സ്പീക്കറും ഒക്കെ വെച്ച് ചെയ്യാം. ശരി. അത് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല. എൻ്റെ പേഴ്സണലായിട്ടാണ്. ഞാനിപ്പോൾ കാണിച്ചല്ലോ, ഞാൻ കുറേ കണ്ടന്റുകൾ കാണിച്ചു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം അതുപോലെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒബ്ജക്റ്റ് പോകുന്ന അനുസരിച്ച് ഈ സൗണ്ട് മോടണമെന്നുണ്ടെങ്കിൽ ഇത്ര സ്പീക്കേഴ്സ് മസ്റ്റ് ആയിട്ട് വേണം. അതായത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ ഒത്തിരി കണ്ടന്റുകൾ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാനിവിടെ വന്നപ്പോൾ എന്നെ നേരെ ഈ തിയേറ്ററിൽ വിളിച്ചുകൊണ്ടുവന്ന് കുറേ കണ്ടന്റുകൾ കാണിക്കുക ചെയ്തത്. എന്നതിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ സംസാരം തന്നെ തുടങ്ങിയത്. ഇടയ്ക്ക് ഞാനൊന്ന് കയറുവാണേ. ഞാൻ വന്നപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ കണ്ടന്റൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിനെക്കാട്ടിലും നല്ലൊരു ഇമ്മേഴ്സീവ് ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് അത്രയും കാലം ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അത്രയും ലെവലില്ലെങ്കിലും ഇതൊന്നും അറിയാതെ എന്നെ ഇപ്പോൾ ഇതൊന്നും അറിയാതെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതല്ല ഇതിന് താഴെയുള്ള ഒരു സാധനം കാണിച്ചാലും ഞാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. അപ്പോൾ ആ ലെവലിൽ ഈ പറഞ്ഞ ഒരു സിസ്റ്റം നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരു എത്ര ബഡ്ജറ്റ് നമ്മളൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താൽ ഏകദേശം ഒരു ഏകദേശം പറയുകയാണ് ഒരു 7 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് ആക്കി ചെയ്തെടുക്കാം. നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ഉറപ്പായിട്ടും ചെയ്തെടുക്കാം. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ
സ്പെസിഫിക് ആയിട്ടൊരു റീസൺ ഉണ്ട്. നമ്മുടെ പല പ്രോജക്റ്റിലും ഈ ഒരു സാധനം ചെയ്തെടുക്കണമെങ്കിൽ പലപ്പോഴും ഞാൻ അത് ഇങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം പലപ്പോഴും 25 ഒരു മിനിമം ഒരു 20 ലക്ഷം രൂപയെങ്കിലും കാണണം, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപയെങ്കിലും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ കോസ്റ്റ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അത് ഒരു ബേസിക് സാധനം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഈ പറഞ്ഞ? ഇല്ല, അത് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയാലോ, ഇതിപ്പോൾ ഞാൻ പാഷനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും വലിയൊരു പ്രോഫിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊരു നമ്പർ ഓഫ് തിയേറ്റർ എങ്ങനെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു തിയേറ്റർ ഇപ്പം ഈ പറഞ്ഞ പാലക്കാട് സാറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അയാൾ എന്നോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറയും. കാരണം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ബഡ്ജറ്റ് ലെവലിൽ ചിന്തിക്കുവാണെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപ തൊട്ട് ഈ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഈ 5.1 ആണെങ്കിൽ 1.5 ലക്ഷം രൂപ തൊട്ട് ചെയ്തെടുക്കും. അതായത് ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയും എനിക്ക് വലിയ സൗണ്ട് വേണ്ട, പക്ഷെ പിക്ചർ അത്യാവശ്യം വലിപ്പത്തിൽ അതിനകത്തൊന്ന് വ്യക്തമായിട്ട് കേൾക്കാവുന്ന സൗണ്ട് അത് മതി. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ഈ ബഹളങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമേഴ്സീവ് ഫീലോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് സൈലന്റ് ആയിട്ട് പക്ഷെ എന്നാൽ ഇച്ചിരി ഒരു ബിഗ് സ്ക്രീനിൽ കാണണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് മതി. അതല്ല അതിന് മേളിലോട്ട് ഈ പറഞ്ഞ വേണം അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിലോട്ട് ഏറ്റവും കുറഞ്ഞ പോയിട്ട് തിയേറ്റർ അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, കാരണം ഹോം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഒരു കൺസ്യൂമർ ലെവലിൽ നമുക്ക് ഒത്തിരി സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അത് ഹോം തിയേറ്റർ തന്നെയാണല്ലോ അതിനും പറയണത്. അപ്പൊ മണ്ടൻ ചോദ്യമാണ്, എന്നാലും ഇപ്പൊ എന്റെ അടുത്തും ചോദിക്കേണ്ട ഹോം തിയേറ്റർ വേണം. ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ ഹോം തിയേറ്റർ ഒന്നും അല്ല കേട്ടോ, ഒരു ഹാൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ സാധനം മേടിച്ച് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു അക്കോസ്റ്റിക്സ് കാര്യങ്ങൾ ഒക്കെ എത്രത്തോളം അത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതെന്താണ് അതിലുള്ള, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നതും മറ്റും ചെയ്യുന്നുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊന്നും പറഞ്ഞു തന്നാലും മതി. ഉറപ്പായിട്ടും അതിനകത്ത് 1-2 കാര്യങ്ങളുള്ള നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം നമ്മളെ ബിസ്മിയോ അതുപോലുള്ള QRSലൊക്കെ പോയി വാങ്ങിക്കുന്ന ഹോം തിയേറ്റേഴ്സ് അത് ഒരു 90% ലിവിംഗ് റൂമിൽ വെക്കാനായിട്ടുള്ള ഒരു റെഡിമെയ്ഡ്, അതായത് 2 കുഞ്ഞ് ടവറും കാണും, ഒരു സെന്ററും അല്ല ഒരു സൗണ്ട് ബാർ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും അതിലൊരു സിനിമ ആസ്വദിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്ന ഒറ്റ ഫോർമാറ്റ് ആയിരിക്കും, ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ബേസിക് സൗണ്ട് ഫോർമാറ്റ് ആയിരിക്കും റീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പല ഫോർമാറ്റുകൾ അത് റീഡ് ചെയ്യാൻ അതിനുള്ള പ്രൊസസ്സർ ഒന്നും അതിലില്ല, ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് കാണാം മറ്റേ 5.1 ഡിജിറ്റൽ ഓഡിയോ അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം, ഒരു എൻട്രി ലെവൽ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഈ ഹോം തിയേറ്ററിലേക്ക് നമ്മൾ വരുന്ന ഇതിന്റെ കണ്ടന്റ് കൂടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നോളൂ. കാരണം ഇതെത്രയും ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് മാത്രമേ കാണൂ. ഒരു കാര്യമാണ്, നമ്മൾ ആന മേടിക്കാൻ തോട്ടി വാങ്ങിക്കത്തില്ല, അല്ല തോട്ടി മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ സ്പീക്കേഴ്സും അതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കും. ഈ കണ്ടന്റ് കൊടുക്കുന്ന ആമസോണിന്റെ ഫയർ സ്റ്റിക്ക് വെച്ച് അവിടെ പോയി ഒരു ആപ്പിള് 16 രൂപയും മറ്റേ ആമസോൺ 5000 രൂപയാണ്. അപ്പൊ അവര് ആമസോൺ വെച്ചാൽ മതി എന്ന് പറയും. ശരി, അപ്പൊ അതിലോട്ട് പോകത്തില്ല. അത് തമ്മിലുള്ള ഭീകര വ്യത്യാസം. ആമസോണും ആപ്പിളും ഞാൻ മുമ്പേ കാണിച്ചു, ഒരു ഭീകര വ്യത്യാസമാണ്. അതുപോലെ തന്നെ കണ്ടന്റും ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും കാശ് മുടക്കി തിയേറ്റർ വെക്കുന്ന ആൾക്ക് ഒരു ബ്ലൂറേ പ്ലെയറോ അല്ലെങ്കിൽ നല്ലൊരു ഹാർഡ് ഡിസ്കിൽ മാക്സിമം GB ഡൗൺലോഡ് ചെയ്ത ഫയലൊക്കെ കണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ആ കണ്ടന്റ് അത്ര സ്ട്രോങ് ആയിരിക്കും. നമ്മളിങ്ങനെ ഒരു ഹോം തിയേറ്റർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തമ്പ് റൂൾ ഉണ്ടോ? ഇതിന്റെ ഒരു ലെങ്ത് ആൻഡ് വിഡ്ത് അല്ലെങ്കിൽ മിനിമം എത്ര വെക്കണം എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യും? അല്ല, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്പേസ് നമ്മളിപ്പോൾ ഒരു ഗോൾഡൻ റേഷ്യോയിലുള്ള സ്പേസ് നമുക്ക് ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അല്ല ഇപ്പം പറഞ്ഞ പോലെ പാലക്കാട് സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ഇപ്പം എനിക്കറിയാവുന്ന സായൻ സാറുണ്ട്, പുള്ളി തിയേറ്റർ പണിയാൻ വേണ്ടി വീട് പൊളിച്ച ആളാണ്. ഞാൻ ഇത്ര വലിയ തിയേറ്റർ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ വീട് പണിത്. എനിക്ക് അവിടെ വേറൊരു വീടുണ്ട്, അതിനകത്തൊരു കുഞ്ഞു തിയേറ്ററുള്ളൂ. പക്ഷെ പോരാ, എനിക്ക് ഇത്ര വലിയൊരു തിയേറ്റർ വേണം ഇതിനകത്തിരുന്ന്, അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കി. അപ്പം എനിക്ക് ആ തിയേറ്ററിന് ഇത്ര വീതി ഇതിന് വേണം, ഈ 16 അടി ഇതിന് വേണം, 22 അടി നീളം വേണം എന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ആ റൂം. ഒരിക്കലും നമുക്ക് ഇത്ര വലിയ റൂമോ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ ഒരു മൈക്രോ ഫാമിലിക്ക് ആണെങ്കിൽ ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളോ ഇത്രയും മതി എന്ന് വിചാരിക്കും. കാരണം അത് അവരായിരിക്കും എൻജോയ് ചെയ്യും. എല്ലാവരും കൂടെ ചിലപ്പോൾ വന്നിരിക്കുന്നുണ്ടാവില്ല, കാരണം ആ പാഷൻ ആയിട്ടുള്ളൊരു. അപ്പൊ അത്രയും പോകുന്ന ഒരു മൈക്രോ ഫാമിലി ഒരു ഇങ്ങനെ കണക്കാക്കാം, ഒരു അച്ഛനും അമ്മയും 2 മക്കളും ഉള്ള ഒരു 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അവർക്ക് നമ്മളൊരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ മനസ്സിലായി. അപ്പൊ അതൊരു ഒരു ബെഡ്റൂം സൈസിന്റെ വീതി ഒരു നോർമൽ ബെഡ്റൂം സൈസ് 10 അടിയാണോ? 10 അടി 12 അടി. 10 അടി ഒരു 15 അടി നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ
ചെയ്യാം. ഒരു ചെറിയൊരു തിയേറ്റർ നല്ല വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ചുരുങ്ങിയത് 10 അടി വീതിയും 15 അടി നീളമുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈസ് ആണെങ്കിൽ അതിനകത്ത് എത്ര സൈസുള്ള സ്ക്രീനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? 10 അടി ആണെന്നുണ്ടെങ്കിൽ 100 ഇഞ്ച് സ്ക്രീൻ, 100 ഇഞ്ച് സ്ക്രീൻ, 100 100 സ്ക്രീൻ, തെറ്റില്ലാത്ത 115 അല്ല. കാരണം നമുക്ക് വലിയ ടി വി എന്ന് പറഞ്ഞാൽ 65 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. 110 ഇഞ്ച് വരെയൊക്കെ പോകാൻ കുഴപ്പമില്ല. അതൊരു 8 അടി നമ്മളെ കണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് രസമായിട്ട്. അപ്പോൾ ഒത്തിരി ഏരിയ ആവില്ല, കാരണം പ്രശ്നമാണ്. അപ്പൊ ഒരു 10-15 സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോം തിയേറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അക്വസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ അക്വസ്റ്റിക്സ് പറയുമ്പോൾ ഒത്തിരി ഞാൻ ഒന്നിടപെട്ടെ. ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ അബ്സോർപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മൊത്തം അക്വസ്റ്റിക് പാനൽസ്, മറ്റേ ഫോമോ അല്ലെങ്കിൽ ഗ്ലാസ് വൂള്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ നേരത്തെ വന്നതായിരുന്നു, ഇത് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കുറെ മെറ്റീരിയൽ ഇതിനകത്ത് ഏതൊക്കെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെ ചെയ്യാം? ഇതിൽ അബ്സോർപ്ഷൻ മാത്രമല്ല, നമുക്കൊരു ലൈവ്ലിനെസ് കിട്ടണമെങ്കിൽ ഡിഫ്യൂഷനും റിഫ്ലക്ഷനും ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഉറപ്പായിട്ടും വേണം. അതിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. 99% നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി എന്ന് വെച്ചാൽ ഈ 4 ഇഞ്ച് തിക്നെസ്സിലെ മിനിമം 2 ഇഞ്ച് തിക്നെസ്സിലെ ഫൈബർ വൂളോ അല്ലെ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, അതിനകത്ത് പല പല ദോഷങ്ങളുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് ഫുൾഫില്ല് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ 90%. ഇപ്പോൾ ഈ കഴിഞ്ഞിടെ എറണാകുളത്തു നിന്നൊരു ടീം എന്നെ വിളിച്ചത്, തിയേറ്റർ കമ്പനിയാണ്, വലിയൊരു കമ്പനി. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ തിയേറ്റർ ചെയ്യണം, ഞങ്ങൾക്ക് ടൈമില്ല, ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്? അപ്പം ഇങ്ങനെ ചെയ്താൽ മതി, 4 ഇഞ്ച്. ഞാൻ പറഞ്ഞു അത് സാറേ ഇത് തെറ്റല്ലേ? അല്ലാതെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു തെറ്റാണ്. ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ 90% അക്വസ്റ്റിക്സ് ആണ് സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് കുറച്ച് റിവേർബും കുറച്ച് ഒരു ഫീല് കിടപ്പുണ്ട്. അപ്പോൾ ആ ഫീല് നമുക്ക് നമ്മുടെ തിയേറ്ററിൽ ഉണ്ടാക്കിയെടുക്കണം. അക്വസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഈ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് 30% മാത്രമേ ഉള്ളൂ ഞാൻ ഈ അബ്സോർവിങ് ചെയ്തിട്ടുള്ളൂ. ബാക്കി അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബേസ് ട്രാപ്പ് ഒക്കെ ഉണ്ടെന്നുള്ള, എന്നാലും ഒരു 30-40% മേളിൽ പോയിട്ടില്ല. ബാക്കിയുള്ള ഏരിയ ഞാൻ ഈ റിഫ്ലക്ഷനും അത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് റിഫ്ലക്ഷനും പിന്നെ എന്തോ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ടിച്ച് അങ്ങനെ ചെയ്താലേ ഉള്ള തിയേറ്റർ കംപ്ലീറ്റ് ആവും. മാത്രം വെച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ മൊത്തം അബ്സോർപ്ഷൻ ചെയ്ത് ഡെഡ് ആയി പോകും. അതായത് കുറച്ച് പെർസെന്റ് ഡെഡ് ആയി പോകും, കുറെ ഫ്രീക്വൻസികൾ ഡെഡ് ആയി പോകും, ഡീറ്റെയിൽ കട്ടായി പോകും. അപ്പൊ അതെല്ലാം ഒഴിവാക്കി ആ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഈ റിവേർബും കുറച്ച് എക്കോയും അതെല്ലാം കിടപ്പുണ്ട്. അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അക്വസ്റ്റിക്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ശരി. അപ്പൊ നമുക്ക് ഏത് സ്റ്റേജിലാണ് നിങ്ങളെ ഈ ഒരു റൂം നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്? ഏത് കണ്ടീഷനിലാണ് ഏൽപ്പിക്കേണ്ടത്? അതായത് ഫ്ലോറിങ് ചെയ്യണോ, പുട്ടി ഇടണോ, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്താൽ മതിയോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻപുട്ട് തരേണ്ട ഇലക്ട്രിക്കൽ ആൻഡ് AC വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഏത് സ്റ്റേജിൽ നിങ്ങൾക്ക് തന്നാൽ അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും? ഓക്കെ, അത് നമ്മുടെ ഇന്റീരിയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമുണ്ട്, അത് ആ സ്റ്റേജാണ് അതിന് പറ്റിയ സ്റ്റേജ്. അത് 2 ഘട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കാരണം ഇന്റീരിയറിൽ കംപ്ലീറ്റ് ആ ടൈമിൽ നമ്മൾ ഇതിനകത്ത് അക്വസ്റ്റിക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ നമ്മൾ എന്നാണോ ഹൗസ് വാമിങ് ആ സമയത്ത്, കാരണം നമ്മളിത് ഓണാക്കുമല്ലേ, ഓണാക്കാതെ ഇത് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഓണാക്കുകയാണെങ്കിൽ 2 ഘട്ടമായിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഈ റൂമിനകത്ത് കിട്ടേണ്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് വൈറ്റ് സിമെന്റോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സാധനം അടിക്കണം. കാരണം ഈ തരികൾ അടർന്നു പോരാതിരിക്കാനായിട്ട്. മണലല്ലല്ലോ മറ്റേ മിക്സൊക്കെ അല്ലേ, അപ്പോൾ ആ തരികൾ അടർന്നു പോരാതിരിക്കാൻ വൈറ്റ് സിമെന്റോ അതുപോലത്തെ എന്തെങ്കിലും പ്രൈമറോ എന്തെങ്കിലും അടിക്കുക. ഫ്ലോറിൽ ടൈല് വേണ്ട. ഇതുപോലെ തന്നെ പ്ലാസ്റ്റർ ലെവലാക്കിയിട്ട് അത് അവിടെ അത് കറക്റ്റ് നമ്മൾ ചെമരൊക്കെ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ കറക്റ്റ് ലെവലാക്കിയിട്ട് കാർപ്പറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടാകാതിരിക്കാനായിട്ട് അവിടെ ഈ പ്രൈമർ ചെയ്യണം. കാരണം ഇതിന്റെ ഇപ്പോഴത്തെ മണലെന്ന് പറഞ്ഞാൽ കുറെ മുഖങ്ങളുണ്ടല്ലോ, പിടിച്ചിരിക്കും. ഇതിനതില്ലല്ലോ, ഇപ്പോഴത്തെ ഈ സാൻഡിന് അതില്ലല്ലോ, എംസാൻഡിന് അതില്ല. അപ്പൊ അത് ഇങ്ങനെ അടർന്നു പോരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ചെയ്തിട്ടായി. പിന്നെ ഇലക്ട്രിക്കൽ പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ്, അതായത് നമ്മൾ ഡോർ ഒരു ഇരുട്ടുള്ള റൂമിലോട്ട് നമ്മൾ ഡോറ് തുറന്നു കയറുമ്പോഴത്തേന് സ്വിച്ചിനായിട്ട് പരതുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ 2 പോയിന്റ്. വേറെ ഒന്നും ചെയ്യരുത്, വേറെ ഒന്നും ചെയ്യണ്ട.
ഉള്ളതും ഒന്നും ഒരു സാധനം ചെയ്യണം. അപ്പൊ നിങ്ങളായിരിക്കും ഇതിനകത്തെ സ്പീക്കറിന്റെ വയറ്, ലൈറ്റിന്റെ വയറ്. അതെന്നാന്നറിയോ, ചിലയിടത്തൊക്കെ AC ഞങ്ങളെന്നാ വിത്ത് വെച്ചേക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റൂമിന്റെ ആ സെന്ററിൽ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇരിക്കുന്നിടത്ത് മതി. പിന്നെ അത് മുമ്പിലോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ AC എവിടെ ആണെങ്കിലും നമ്മുടെ കണ്ണിനകത്ത് ഈ സാധനം കിടപ്പുണ്ട്. അതെ, കറക്റ്റ് സിമെട്രി ആയിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കണം, ഇടയിൽ ചാടി വരാൻ പാടില്ല. അത് തന്നെയല്ലേ AC എനിക്ക് തോന്നുന്നു 99% വെള്ളയാ. അത് ഇത്രയും സൈസില് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉണ്ട്. അത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഇരിക്കും. അത് ശരിക്കും നമ്മളെ ഇരിക്കുന്ന ഏരിയയിൽ മതി, അല്ലെങ്കിൽ ബാക്കിൽ വെക്കുവാണെങ്കിൽ അത്ര നല്ലത്. ഇനി നിങ്ങളുടെ ട്രേഡ് സീക്രട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ അബ്സോർപ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാനൊരു ഇതിനു വേണ്ടി തന്നെ ഒരു LD ഫോം പൂനെന്ന്, ഞാൻ നേരത്തെ LD ഫോം ഇട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ട്. ഇപ്പോഴും അത് കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു അളവിലോട്ട് അതിൻ്റെ GSM എല്ലാം കണക്കാക്കിയിട്ട് ഒരു 30 mm തിക്നെസ്, ഒരു 50 mm നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ പറയുന്ന 2 ഇഞ്ച് തിക്നെസ് ഒന്നും വേണ്ട. അതിൻ്റെ മെയിൻ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ തിയേറ്ററിന് സൗണ്ട് പ്രൂഫിങ് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയല്ല, ഒരു റൂമുണ്ട്, കട്ട കെട്ടി അപ്പുറം ഇപ്പുറം പ്ലാസ്റ്റർ ചെയ്ത് നല്ല അത് വീണ്ടും പുട്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷുകാരൊക്കെയാണ് അവരുടെ വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജിപ്സം ബോർഡ് തടി വെച്ച്. അപ്പൊ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സൗണ്ട് പ്രൂഫ്. നമ്മുടെ നാട്ടിൽ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഡോറ് വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇപ്പൊ വിൻഡോ ഉണ്ട്, അതും ക്ലോസ് ചെയ്യുക, അതിനകത്ത് ഒരു പാളിയോ 2 പാളിയോ തുറക്കാവുന്ന രീതിയിലാക്കുക. പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത് എക്സോസ്, 2 എക്സോസ്, ഒരു ഇന്നും ഒരു ഔട്ടും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരു എയർ എപ്പോഴും അടഞ്ഞു കിടക്കുമ്പോൾ വരും, പിന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളപ്പോൾ നേരത്തെ ഒരു കോമ്പാക്ട് സൈസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് നമുക്ക് ഇനി ഇതിനകത്ത് സ്പീക്കേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും ഒരു പ്രൊജക്ഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും ഒരു പാനലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും സ്പീക്കർ കുറച്ച് തിക്കായിട്ടുള്ളതും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഞങ്ങളാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 ഫീറ്റ് 15 ഫീറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ വർക്ക് ഒരു 30 mm തിക്നെസ്സിലേ കാണത്തുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ പാനലിംഗ് വരുന്നത്. അപ്പൊ അത്രേ നമുക്ക് സ്ഥലം ടോട്ടൽ ഒരു 60 mm ടോട്ടലി പോകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് സ്പീക്കേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിനകത്ത് ഈ ബുക്ക് ഷെൽഫ് ഉള്ള അതുപോലത്തെ പ്രൊജക്ഷൻ കൂടെയുള്ള സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ യാത്രയ്ക്കൊക്കെ തടസ്സം വരും, വീതി കുറവല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻവോൾവ് സ്പീക്കേഴ്സ് ഉണ്ട്. അതിനത്രയും എന്തായാലും ഒരു മിനിമം ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് തിക്നെസ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഈ 30 mm പ്ലസ് ആ ഒരു തിക്നെസ് അത് നമ്മൾ ശല്യം ചെയ്യത്തില്ല. ചോദ്യമാണ്, അതായത് ആ ചെമ്പരല സ്പീക്കർ ഒഴിവാക്കി ഇല്ല. നമ്മളൊരു തിയേറ്ററിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീക്കർ പ്ലേസ്മെന്റ് 100%. കാരണം ഇപ്പോൾ അറ്റ്മോസ് ആണെങ്കിലും ഓറോ 3D ആണ്, അറ്റ്മോസ് ആണ് കൂടുതലും കണ്ടന്റ് ഉള്ളത്. ആ കറക്റ്റായിട്ട് അവർ പറയുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് സൗണ്ട് പോകും. അത് കറക്റ്റാണ്, ഞാൻ മുമ്പേ കാണിച്ചു. അപ്പൊ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീക്കറെല്ലാം ഒരു ലൈനിൽ ഇരിക്കണം. നമ്മളൊരു പ്രത്യേക ഒരു അളവുണ്ട്, അളവൊക്കെ ചെയ്യുന്നവർക്കറിയാം. ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഇരിക്കുന്ന ഒരു ഹൈറ്റിലാണ് ഈ സ്പീക്കർ ഒക്കെ കാണുന്നത്. അതെ, നമ്മുടെ ഒരു കണ്ണിന്റെ ഇയറിന്റെ ഒരു ലെവലാണ്. പിന്നെ മുകളിലുള്ള സ്പീക്കേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കറക്റ്റ് വന്നിരുന്നപ്പോ നമ്മളെ നോക്കിയിരിക്കുകയാണ്. സ്പീക്കർ മുഴുവൻ ഞാൻ കറക്റ്റ്, നമ്മൾ നേരത്തെ ഒരു സ്വീറ്റ് സ്പോട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് സ്പോട്ട്. അപ്പോൾ നമ്മളൊരു തിയേറ്റർ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പ്രൊസസ്സർ പറയുമ്പോൾ 8 സ്ഥലമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ സെയിം മൂവി ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇരുന്നപ്പോൾ കുറെ കൂടെ എനിക്ക് എന്താ പറയാ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറെ ഡീറ്റെയിലിംഗ് കൂടുതൽ കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അത് കറക്റ്റായിട്ട് നമ്മളെ ഇരിക്കേണ്ടടുത്ത് ഇരുന്നതും ആ സ്പീക്കർ പ്ലേസ് ചെയ്തേക്കുന്നതും അതിൻ്റെ ആ പ്ലേസ് ചെയ്തേക്കുന്ന ലൈൻ കൃത്യമായതുകൊണ്ടും ആ ഒബ്ജക്റ്റ് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുന്ന ഈ സ്പോട്ടിൽ. ഇപ്പം ഞാൻ ഇത്ര തിയേറ്റർ ഇത്ര ഇതായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്നാൽ ആ ഈ ഫീൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് നേരെ സെന്ററിൽ നമ്മുടെ ഈ തിയേറ്ററിലേക്കുള്ള എൻട്രി ഉണ്ട്. ഇത് തൊട്ട് നമ്മൾ ടെക്നിക്കലി ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ, ഇതൊരു തിയേറ്റർ ഫീൽഡിലേക്ക് വരുന്ന പ്രൊജക്ടർ വെച്ച കാര്യം, കാര്യങ്ങളൊക്കെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സിനിമ കാണാൻ ഞാൻ ഇരിക്കുമ്പോഴത്തേന് എനിക്ക് വേറൊരു സൗണ്ടും പാടില്ല. ഇപ്പൊ സാധാരണഗതി 90% ആൾക്കാരും തിയേറ്റർ ചെയ്യുന്നവർ തിയേറ്ററിനകത്ത് തന്നെ പ്രൊജക്ടർ വെക്കും, ഹാങ് ചെയ്ത് വെക്കും. അതിനൊരു നോയ്സ് ഉണ്ട്, നോയ്സ് കുറഞ്ഞ പ്രൊജക്ടറും ഉണ്ട്, ഫാൻ്റെ ഒരു. അതെന്നെ ഭയങ്കരമായിട്ട് ശരിയാട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ പ്രൊജക്ടർ ഇതിന്റെ അകത്ത് കാണാനില്ല. നമ്മൾ തിയേറ്ററിനകത്തൊക്കെ കാണുന്ന പോലെ അവിടെ ഒരു ചെറിയ എന്നിട്ട് അതിലൊരു ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പ്രൊജക്ഷൻ വരുന്നത്. പ്രൊജക്ടർ അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത്, ഓഡിയോ സിസ്റ്റം എല്ലാം അപ്പുറത്ത്. ഇതിനകത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പിൻ ഡ്രോപ്പ് സൗണ്ട് പോലും നമുക്ക് ഒന്നുമില്ല. അതും ഞാൻ ചോദിക്കാൻ വരുന്ന കാര്യമായിരുന്നു. അതായത് ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ക്രീനിന്റെ അടുത്ത് തന്നെ
മറ്റേ നമ്മുടെ റിസീവറും കാര്യങ്ങളൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ സബ്ബൊക്കെ അതിന്റെ അത് സൈഡിൽ തെറ്റാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ എല്ലാവരും ചെയ്യുന്നത്. കാരണം നമ്മൾ ഇരുന്ന് അതിലോട്ട് നോക്കുമ്പോൾ ഇതിന്റെ LED സാധനങ്ങളെല്ലാം അവിടെ എല്ലാം എങ്ങനെ അതിന്റെ വയറിങ്ങും അതൊരു ഇവിടെ നടപടിയല്ല. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ കംപ്ലീറ്റ് സാധനം വെളിയിലാണ്. അതെ. പിന്നെ ഈ ഒരു സ്പീക്കേഴ്സും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 13.4 ചാനൽ. ഈ 4 ചാനൽ ഉദ്ദേശിക്കുന്ന സബ് ഊഫർ ആണ്. ബെഡ് ലെയർ 7 സ്പീക്കറും നമ്മൾ ഈ സൈഡിൽ കാണുന്ന അതാണ് ബെഡ് ലെയർ 7 സ്പീക്കർ. ഈ ബെഡ് ലൈൻ ആയിട്ട് 7 സ്പീക്കറും പിന്നെ ഹൈറ്റ് 6 സ്പീക്കറും. ശരി. പിന്നെ അതിന്റെ നമ്പർ കൂടുതലുണ്ട്. ഇതിന്റെ ഈ ഹൈറ്റിനെ കുറിച്ചും കൂടെ നമ്മൾ നേരത്തെ ഹൈറ്റ് നമുക്കൊരു 10 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ശരി. ഈ എല്ലായിടത്തും അത് കിട്ടത്തില്ല. ഞാനിപ്പോൾ 7 അടിക്കകത്ത് ചെയ്ത് കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് 7 അടി എനിക്ക് അവിടെ സ്ക്രീനിന്റെ അവിടെ 7 അടി ഇരിക്കുന്നിടത്ത് 8 അടി അങ്ങനെ ചെയ്യാൻ അവിടെ പറ്റത്തുള്ളൂ. എറണാകുളത്ത് കയറുന്ന ഈ സ്പീക്കറൊക്കെ കാരണം 8 അടി എന്ന് പറഞ്ഞാൽ ഇതല്ലേ 7 അടി, ഇതാണ് ഇപ്പൊ 7 അടി. അല്ല, ഇതിപ്പോ 9 അടിയാണ്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത് തന്നെ 7 അടി. അത് തന്നെ. അപ്പോ ഓക്കെ. അപ്പൊ സ്പീക്കർ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തൊടാവുന്ന രീതിയിലൊക്കെ ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചെയ്യാതിരിക്കാൻ മാർഗ്ഗമില്ല. ശരി. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ ഒരു സ്പീക്കർ, അത് ഓറോ3D ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓറോ3D ആണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു അഡീഷണൽ സ്പീക്കറും കൂടെ ഇവിടെ കാണാം അല്ലെ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ഇതൊന്ന് വന്നിട്ട് ഇതിന്റെ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ. അല്ല, ബേസിക് ആയിട്ട് നമ്മൾ പ്ലൈവുഡ് ആണ്, മറൈൻ പ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. ഈ ബോക്സസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അത് തന്നെ മറൈൻ പ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാനൊരു 30% ഉള്ളൂ അബ്സോർബിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡിഫ്യൂഷനും റിഫ്ലക്ഷനും ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിപ്പോ ക്ലോത്ത് തന്നെയല്ലേ വെച്ചത്? അത് ക്ലോത്താ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഊതിയ അപ്പുറത്തെ എയർ പോകുന്ന എന്ത് ഫാബ്രിക്, ബേസിക്കലി ഇത് ക്ലോത്ത് തന്നെ വെക്കാൻ പാടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ റെക്സിൻ അത് പറ്റും. അന്നേരം ഈ റിവർബ് വേറെ രീതിയിലായി പോകും. അപ്പൊ ഈ ക്ലോത്ത് നമുക്കിപ്പോ സപ്പോസ് ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഇപ്പൊ എന്റെ ഒരു നമ്മളൊരു എസ്തെറ്റിക്കൽ ഇതില് ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലോത്ത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് ആയാലും നമുക്ക് ഏത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പ്രവർത്തനം അവിടെ നടക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്തായാലും ക്ലോത്ത് തന്നെയായിരിക്കും ഈ ഒരു ഫിനിഷിൽ വരുന്നുണ്ടാവുക. അപ്പൊ അത് നമുക്ക് പിന്നെ ആ ക്ലോത്തിൽ ഇത്തിരി തിക്നെസ് ഉള്ളതാണെങ്കിൽ വർക്കിന് ഒരു ഫിനിഷിംഗ് കാണും. മറ്റേ തീരെ ഇപ്പൊ അത്ര മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ നിങ്ങളുടെ ടെക്നിക്കൽ പാർട്ടാണ് ഇതിന്റെ ഉള്ളിൽ ടെക്നിക്കൽ പാർട്ടല്ല, എന്ത് ഫോം ആണ്, റിഫ്ലക്ഷൻ ആണോ ഡിഫ്യൂഷൻ ആണോ, അതൊക്കെ നിങ്ങളുടെ ടെക്നിക്കൽ പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. റിഫ്ലക്ഷൻ നമ്മൾ ഇതുപോലെ മെഷർ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ റൂം 10 റൂം എടുത്താലും 10നും 10 സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ സ്പീക്കേഴ്സ് കംപ്ലീറ്റ് ഇതിന്റെ അകത്താണ് പോകുന്നത്. നമ്മൾ ആ പറഞ്ഞ 1 അടി എന്ന് പറഞ്ഞാൽ 1 അടിക്കകത്ത് സ്പീക്കറുകളെല്ലാം സ്പീക്കേഴ്സും 4 സബ്വൂഫേഴ്സും കണ്ടിരിക്കുന്നത്. 4 അല്ല 8 സബ്വൂഫേഴ്സ് ഇരിക്കുന്നത്. 4 എണ്ണത്തിന് 2 ബോക്സ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ. അതിലും എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ സബ്വൂഫർ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മൊത്തം ഒരു മുഴക്കല്ല ഇവിടെ ഉണ്ടായത്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വൈബ്രേഷനോ ചില ഭൂം എന്ന് പറഞ്ഞ സാധനമൊക്കെ പോകുമ്പോ ഒരു വൈബ്രേഷൻ സാധനമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഈ തിയേറ്റർ ചെയ്തപ്പോൾ ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ കുറെ കമന്റ് എനിക്ക് വന്നത് 10 സബ്വൂഫർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിൽ ഗാനമേള കേൾക്കുന്നത് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്താ ചെയ്തത്. ട്യൂണിങ്ങിൽ അതിന്റെ ഫ്രീക്വൻസി മാക്സിമം കുറച്ച് നമ്മളിപ്പോ ആ ചെയറിൽ ഇരിക്കുമ്പോൾ ആ ഒരു ആക്ഷൻ സീൻ ആണെങ്കിൽ അതിന്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ മാക്സിമം മൈനസ് ചെയ്ത് ഫ്രീക്വൻസി ലെവലൊക്കെ താത്ത് അതിനുള്ള ക്രോസ് ഓവറും എല്ലാം ചെയ്ത് അത് പ്രത്യേക രീതിയിലാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ബഹളമല്ല. നമ്മളിപ്പോ ആ കണ്ട സ്പീക്കേഴ്സിന്റെ അതേ ലെവലില് ഇതിനകത്ത് LCR ഇരിപ്പുണ്ട്. സെയിം അതേപോലെ 1 ഇഞ്ച് പോലും 1 സെന്റിമീറ്റർ പോലും മാറ്റിയിട്ടില്ല. ശരി. അതിനോടനുബന്ധിച്ചാണ് ഇതിന്റെ ഹൈറ്റ് സ്പീക്കർ. അവിടെ നിന്ന് ഒരു ലേസർ അടിച്ചാൽ അല്ലെങ്കിൽ ഒരു ചരട് പിടിച്ചാൽ എങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ആ ഒരു വണ്ടി പോകുന്നതും ആ ഒരു ഗറില്ല ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങി തിരിച്ചു ശരിക്കും തിയേറ്ററിനകത്ത് കൂടെ ഓടി തിരിച്ചു വന്നു. അപ്പോൾ ഇനി നമ്മുടെ ഹോം തിയേറ്ററിന്റെ ഹാർട്ടെന്നോ ബ്രെയിനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു കോമ്പണൻസും നമ്മൾ ഹോം തിയേറ്ററിനകത്ത്, നമ്മുടെ ഹോം തിയേറ്റർ ഇതാ ഇവിടെയാണുള്ളത്. ഹോം തിയേറ്ററിന് അകത്തല്ല ഇരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഈ എല്ലാ കോമ്പണൻസിനും ഇതിന്റെ ഉള്ളിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സൈലൻസ് വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാം കൂടെ സൗണ്ട് ആയിരിക്കും, നോയ്സ് ആയിരിക്കും ചിന്തിക്കാൻ പോലും വരുന്നുണ്ടാവുക. അപ്പോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നേക്കും. കാരണം ഇത്രയധികം ഞാൻ സാധാരണ മനസ്സിൽ നല്ല കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും കാണാറുണ്ട്, ഈ ഡെനോണിന്റെ ഇങ്ങനത്തെ ഒരു റിസീവർ. തിയേറ്റർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ സംഭവം മാത്രം മതി. ഞാൻ ആ കേൾപ്പിച്ച ഡീറ്റെയിലും ആ കണ്ടന്റ് എങ്ങനെ പാസ്സായി പോകുന്നു, അത്ര സ്ട്രോങ് ആയിട്ട് പോകുന്നു. ശരി. അപ്പൊ അതിന് ഈ സാധനം മാത്രം പോരാ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളും വേണം. ശരി. അപ്പൊ ഇതെല്ലാം പവർ ആംപ്ലിഫയർ ആണ്. ഇതാണ് ഇതിന്റെ ഹാർട്ട് 6800 എന്ന് പറഞ്ഞ ഒരു ഹൈ എൻഡ്
റിസീവറാണ് ഇത്. ശരി ശരി. ഇതിന്റെ കേപ്പബിലിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ് റീഡ് ചെയ്യുക. എന്ത് ഫോർമാറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്? അറ്റ്മോസ് ആണെങ്കിൽ അറ്റ്മോസ്, DTS ആണെങ്കിൽ അത് DTS-X, ഓറോ 3D, അങ്ങനെ കുറച്ച് ഫോർമാറ്റുകളുണ്ട്. പിന്നെ എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ഒരു സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം അത് അത്യാവശ്യമാണ്. കാരണം ഇപ്പം നേരത്തെ മഴയുള്ളപ്പോഴൊക്കെ ആയിരുന്നു ഇടി. ഇപ്പം അങ്ങനെയല്ല, മുന്നറിയിപ്പ് ഒന്നും ഇല്ലാതെ ഇടിയൊക്കെ വരും. അപ്പൊ എന്റെ ഈ സംഭവം ഒരു 99% സേഫ് ആണ്. ശരി ശരി. ഈ ഓറ 3D എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഇൻവെന്ററിന്റെ കൂടെ ഒക്കെ ഇത് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണം, ആളുകൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഓറോ 3D ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓറോ 3D ഞാൻ കേരളത്തിൽ ആദ്യം ചെയ്ത ഞാനാണ്. ശരി. ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഓറോ 3D ജനകീയമാക്കിയത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏകദേശം 200 തിയേറ്റർ അടുത്തായി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇൻവെന്റർ എന്റെ ഒരു സുഹൃത്ത് വഴി വിൽഫ്രഡ് വാൻബാൽ എന്ന് പറഞ്ഞ ആള് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ഈ തിയേറ്ററിന്റെ പ്ലേസ്മെന്റ്, സ്പീക്കർ പ്ലേസ്മെന്റ് അദ്ദേഹമാണ് തന്നത്. ഞാൻ വരച്ച അദ്ദേഹത്തിന് ഇട്ടുവിടുക, സാർ ഇത് ശരിയാണോ? അപ്പൊ പുള്ളി 1-2 സാധനം ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് അയച്ചു. ഞാൻ അതുപോലെ തന്നെ അതിനകത്തൊന്നും ഒരു സെന്റിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല. അതെ. അപ്പൊ അത് പിടിച്ചാണ് ഞാൻ ബാക്കി എല്ലാം ആ ഒരു ലൈൻ പിടിച്ചാണ് പോകുന്നത്. വളരെ കൃത്യമായിട്ടുള്ള, നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഒരു വേറെ ലെവലിലാണ് അവരൊക്കെ. അല്ല, അത് എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോ ആ റിസൾട്ട്, അത് ഞാൻ പറഞ്ഞത് ഈ സൗണ്ടിന്റെ കാര്യം ആയതുകൊണ്ട് നമ്മളിപ്പോ ഈവൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് അതിനകത്തൊന്നും മനസ്സിലാവില്ല. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, കേട്ട് നോക്കിയിട്ട് അതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി ശരി ചെയ്താൽ മതി. അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമുക്ക് ഈ പറയുന്ന ഒരു തിയേറ്റർ സെറ്റ് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എത്ര സമയം എടുക്കും? നമുക്കൊരു നോർമൽ തിയേറ്റർ ആണ് 15 ദിവസം. 15 ദിവസം മതി. അതല്ല ഇച്ചിരി പോഷായിട്ടുള്ളതാണെങ്കിൽ 22 മുതൽ 30 ദിവസം, അത്രേ ഉള്ളൂ. അപ്പൊ ഹൗസ് വാമിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ള ഡേറ്റിന് ഒരു സേഫ് സൈഡ് ആയിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ ബഫർ ഇട്ടിട്ട് ഒരു മാസം മുമ്പേ ഇവരെടുത്ത് നിങ്ങളെ. പിന്നെ ഇത് 2 രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിന്റെ ഇന്റീരിയർ എല്ലാം ലൈനും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഹൗസ് വാമിംഗ് എന്നാണോ ആ സമയത്ത് ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നതെല്ലാം ആ ഒരു ടൈമിലാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ അന്ന് തൊട്ട് ഓൺ ആക്കി തുടങ്ങുമല്ലേ. അല്ല 1 മാസം മുമ്പ് അല്ല 2 മാസം മുമ്പാണ് നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് വീണ്ടും നമ്മൾ ഡെഡ് ആക്കി വെക്കുകയാണ്. അതൊരു മാത്രമല്ല, വർക്ക് നടക്കുന്ന സൈറ്റിൽ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് 2 ഘട്ടമായിട്ട് ചെയ്യുവാണെങ്കിൽ വൃത്തിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് വീടിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമൊന്നുമല്ല. പക്ഷെ ഇതിന്റെ ഒരു ക്രേസ് ഉള്ള ആളുകൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ്. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടായാലും അത് എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലോസുകൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആസ് എൻ ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വിളിച്ചു ചോദിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ നമ്മളൊരു കോമ്പാക്ട് സൈസൊക്കെ നമ്മുടെ ഒരു നോളജ് വെച്ചിട്ട് ഇട്ടേക്കുന്നതാണ്. എന്നാലും ചില സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സ്പീക്കറിൻ്റെ പ്രൊജക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ പുള്ളീനെ വിളിച്ച് ചോദിക്കുക. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ഇവിടെ വന്ന് എപ്പോഴാണെങ്കിലും ഈ ഒരു ഹോം തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ്, ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ നേരെ ഇങ്ങ് വന്ന് ഇത്ര നാൾ ഞാൻ എൻ്റെ വീട് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. ഞാൻ കുറച്ച് പ്രീസെറ്റ് നമ്മളിതിനെക്കുറിച്ച് അറിയാവുന്ന ആളെന്നുള്ള ധാരണയിലായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പാർട്ടിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഫീൽ കിട്ടും എന്നുള്ളത് എനിക്ക് ഇന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ ആർക്കിടെക്ട്സ് ഒക്കെ ആണെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പുള്ളിനൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈസിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ട്വീക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബഡ്ജറ്റിനെ കുറിച്ചും കൂടി ഒരു ധാരണ ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു പല സ്പീക്കേഴ്സിന്റെയും പ്രൈസിംഗ് ഒക്കെ ഭയങ്കര കാരണം എനിക്ക് തോന്നുന്നു ഇതിലും ചെറിയ സ്പീക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന് പ്രൈസ് ചിലപ്പോൾ ചെറുതാവും തോറും ചിലപ്പോൾ വില കൂടാനൊക്കെ ആയിരിക്കും സാധ്യത. അപ്പൊ നമ്മൾ ഒത്തിരി ചെറിയ സാധനമൊക്കെ ചെയ്ത് കോമ്പാക്ട് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ ഈ പറയുന്ന സ്പീക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ആളുകൾ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും